Good morning, dear students. Second paragraph. What could we do? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? How could we pull India out of this quagmire of poverty and defeatism? How could we pull India? നമുക്ക് എങ്ങനെ ഇന്ത്യയെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റും? How could we pull India out of this quagmire of poverty and defeatism? Quagmire നേരത്തെ പറഞ്ഞ പോലെയുള്ള unpleasant situation. Quagmire means difficult and unpleasant situation. Poverty, ദാരിദ്ര്യം, അതുപോലെ പരാജയം. ഈ രണ്ട് സിറ്റുവേഷനിൽ നിന്നും ഇന്ത്യയെ എങ്ങനെ രക്ഷപ്പെടുത്താം? നോട്ട് ഫോർ എ ഫ്യൂ ഇയേഴ്സ് ഓഫ് എക്സൈറ്റ്മെന്റ് ആൻഡ് അഗണി ആൻഡ് സസ്പെൻസ്. കുറച്ച് ദിവസത്തെ കഷ്ടപ്പാടൊന്നുമല്ല അവർ അനുഭവിച്ചത്. ബട്ട് ഫോർ ലോങ് ജനറേഷൻസ് അവർ പീപ്പിൾ ഹാഡ് ഓഫേർഡ് ദെയർ ബ്ലഡ് ആൻഡ് ടോയിൽ, ടിയേഴ്സ് ആൻഡ് സ്വെറ്റ്. അവർക്ക് വിഷമം തോന്നാൻ ഉള്ള കാരണം എന്താണ്? ഇന്ത്യയിലെ ജനങ്ങൾ കുറേ കാലത്തെ അധ്വാനമുണ്ട്. അവർ കൃഷിയാണെങ്കിലും എന്താണെങ്കിലും ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുമ്പോൾ അവരുടെ കുറേ കാലത്തെ, ഒരുപാട് കാലത്തെ അധ്വാനമാണ് അവർ നഷ്ടപ്പെടുത്തിയത്. ബ്ലഡ് ആൻഡ് ടോയിൽ, ടോയിൽ എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക്, ബ്ലഡ് ആൻഡ് ടോയിൽ, ടിയേഴ്സ്, കണ്ണുനീര്, സ്വെറ്റ്, വിയർപ്പ്. അപ്പോൾ അവർ അധ്വാനിച്ചുണ്ടാക്കിയ മണ്ണാണ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നത് ഒരു ദയവുമില്ലാതെ. ആൻഡ് ദിസ് പ്രോസസ്, ഈ ഒരു പ്രക്രിയ കൊണ്ട്, ഹാഡ് ഈറ്റൺ ഇറ്റ്സ് വേ ഡീപ്പ് ഇൻ ടു ദ ബോഡി ആൻഡ് സോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയെ കാർന്നു തിന്നാണ്, ഇന്ത്യയുടെ മനസ്സിനെയും അതുപോലെ ശരീരത്തെയും. ദാറ്റ് മീൻസ് ദ ഹോൾ പീപ്പിൾ, ദ ഹോൾ ഇന്ത്യ, അവർ കൺട്രി ഈസ് ബീയിങ് ഈറ്റൺ ബൈ ദ ബ്രിട്ടീഷേഴ്സ്, പോയ്സണിങ് എവറി ആസ്പെക്ട് ഓഫ് അവർ ലൈഫ്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലോട്ട് അവരെ വിഷം കുത്തിവെക്കുകയാണ് ബ്രിട്ടീഷുകാർ. സോ ആൻ എൻഡിങ് ഷുഡ് ബി ദർ ടു ദിസ് പ്രോസസ്. ഇതിനെന്ത് വേണം? ഒരു അവസാനം വേണം. ബട്ട് നോ വൺ നോ വാട്ട് ടു ഡു. പക്ഷെ എങ്ങനെ? ഹൗ കുഡ് വി ഡു? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ ഇൻ ദ മൈൻഡ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ. സോ ദിസ് ടൈം ആൻഡ് ദെൻ ഗാന്ധി കെയിം. ദിസ് ടൈം ഗാന്ധി എൻറ്റേർഡ് ഇൻ ടു ദിസ് സിറ്റുവേഷൻ. ഗാന്ധിജി അങ്ങനെ ഈ ഒരു അവസ്ഥ, ഇന്ത്യ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഗാന്ധിജി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. He was like a powerful current of fresh air. അദ്ദേഹം എങ്ങനെയായിരുന്നു? He was like a powerful current. ശക്തിയേറിയ ഒരു പ്രവാഹം, ഒരു ഫ്ലോ. ശക്തമായ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതീതിയാണ് ഗാന്ധിജി പെട്ടെന്ന് എൻ്റർ ചെയ്തപ്പോൾ ഇന്ത്യയിലുണ്ടായ അവസ്ഥ. ഫ്രഷ് എയർ ആണ് കേട്ടോ, ഫ്രഷ് എയർ. ഇറ്റ് ഈസ് സോ ഫ്രഷ് ദാറ്റ് മെയ്ഡ് us stretch ourselves. Stretch means relax. ഞങ്ങൾക്ക്, അതായത് അത്രയും ഒരു ഡിലേമ, എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുന്ന ഒരു ജനങ്ങളുടെ, ഒരു കൂട്ടം ജനങ്ങളുടെ ഇടയിലേക്ക് ഗാന്ധിജി ഒരു ഫ്രഷ് എയർ എന്നുള്ള പോലെ കടന്നു വരുമ്പോൾ ദേ ഫെൽറ്റ് റിലാക്സ്, റിലീഫ് ആൻഡ് ടേക്ക് ഡീപ്പ് ബ്രീത്ത്. ഡീപ്പ് ബ്രീത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് സമാധാനം വരുമ്പോഴാണ് നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ്. എങ്ങനെയാണ് കടന്നു വന്നത്? ഹി വാസ് ലൈക്ക് എ ഫ്രഷ് എയർ ആൻഡ് ഹി വാസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ്. ഒരു പ്രകാശരശ്മി, ഇരുട്ടിലേക്ക് ഒരു പ്രകാശ നാളം കടന്നു വന്നാൽ ഉണ്ടാകുന്ന ഫീലിംഗ് എന്താണ്? സെയിം വേ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഫെൽറ്റ്. ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് പയേഴ്സ്ഡ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിലേക്ക് തുളഞ്ഞു കയറി വരുന്ന ഒരു പ്രകാശരശ്മി, അതുപോലെയാണ് ഗാന്ധിജി. ആൻഡ് റിമൂവ്ഡ് ദ സ്കെയിൽസ് ഫ്രം അവർ ഐസ്. ഞങ്ങളുടെ കണ്ണിൻ്റെ മുന്നിലുള്ള മറ, ഞങ്ങളുടെ കണ്ണൊക്കെ മൂടിക്കെട്ടി ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ആ മറയൊക്കെ നീക്കി. സ്കെയിൽസ് എന്ന് മീൻസ് കവർ. ഹി വാസ് ഏബിൾ ടു റിമൂവ് ദ കവർ ഓഫ് അവർ ഐസ് ലൈക്ക് എ വേൾഡ് വിൻഡ് ദാറ്റ് അപ്സെറ്റ് മെനി തിങ്സ്. ഒരു ചുഴലിക്കാറ്റ് കടന്നു വരുന്ന പോലെ അത്രയും ഒരു ശക്തമായിട്ടുള്ള ഒരു സ്ട്രോങ് അറൈവൽ. ഇറ്റ് വാസ് എ സ്ട്രോങ് അറൈവൽ. ബട്ട് മോസ്റ്റ് ഓഫ് ഓൾ ദ വർക്കിംഗ് ഓഫ് പീപ്പിൾസ് മൈൻഡ് that upset many things, but most of all the working of people's mind. അങ്ങനെ അപ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ മനസ്സിനെയും ഒന്ന് ഉണർത്തി വിട്ടു. എല്ലാ ജനങ്ങളുടെയും മൈൻഡ് വർക്ക് ചെയ്തു തുടങ്ങി. ആഫ്റ്റർ ദി എൻട്രി ഓഫ് ഗാന്ധിജി there was a strong power in all the people's mind. എല്ലാവരുടെ മനസ്സിലും ഒരു സ്ട്രെങ്ത്, ഒരു പവർ ഉണ്ടാവുകയാണ്. He did not descend from the top. എങ്ങനെയാണ്? മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാളായിരുന്നില്ല. He seemed to emerge from the millions of India speaking their language. അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഒരാളെ പോലെയാണ് ഗാന്ധിജീനെ തോന്നിയത്. സ്പീക്കിംഗ് ദെയർ ലാംഗ്വേജ്, അവരുടേതായിട്ടുള്ള ഭാഷ സംസാരിക്കുന്ന ഒരാൾ, അവരുടെ ഇടയിൽ നിന്നും വന്നിട്ടുള്ള ഒരു ശക്തി. അങ്ങനെയാണ് ഗാന്ധിജിയെ അവിടെയുള്ളവർ, ഇന്ത്യയിലുള്ളവർ അദ്ദേഹത്തെ മനസ്സിലാക്കിയത്. Get off the backs of these peasants and workers, he told us. എന്ന് പറഞ്ഞു? ഗെറ്റ് ഓഫ് ദ ബാക്സ് ഓഫ് ദീസ് പെസൻസ് ആൻഡ് വർക്കേഴ്സ്. ഈ ശല്യപ്പെടുത്തൽ, അതായത് ഈ കർഷകരെ, പെസൻസ് എന്ന് പറഞ്ഞാൽ കർഷകർ അല്ലെങ്കിൽ കുടിയാന്മാർ, അവിടെ ജോലി എടുക്കുന്നവരെയും ശല്യപ്പെടുത്തുന്നത് നിർത്തൂ.
He told us, all of you who live by their exploitation. നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? മറ്റുള്ളവരുടെ ചൂഷണത്തിനിരയായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. Get rid of the system. ഈ ഒരു ശല്യപ്പെടുത്തുന്ന സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മോചിതരാകണം. Get rid എന്ന് പറഞ്ഞാൽ മോചിതരാകുക. That produces this poverty and misery. കാരണം ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ, ബ്രിട്ടീഷുകാർ നിങ്ങളെ ചൂഷണം ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ദാരിദ്ര്യവും അതുപോലെ കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വരുന്നത്. സോ അതിൽ നിന്നും, ആ ഒരു ശല്യപ്പെടുത്തലുകളിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? യു വാണ്ട് ടു ബി ഗെറ്റ് റിഡ് ഓഫ്. ഗെറ്റ് റിഡ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കണം, അതിനെ തരണം ചെയ്യണം, അതിൽ നിന്നും നിങ്ങൾ മാറണം. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് അഡ്വൈസ് ഗിവൺ ബൈ ഗാന്ധിജി ടു ദം. പൊളിറ്റിക്കൽ ഫ്രീഡം took a new shape then and acquired a new content. പൊളിറ്റിക്കൽ ഫ്രീഡം, രാഷ്ട്രീയപരമായിട്ട് അവരിൽ ഒരു സ്വാതന്ത്ര്യം അവർ അനുഭവിക്കുകയാണ്. ആൻഡ് എ ന്യൂ ഷേപ്പ്, അതിനൊരു പുതിയ ആകൃതി, പുതിയൊരു രൂപം. അതായത് ദേ സ്റ്റാർട്ടഡ് ടു എൻജോയ് എ ലിമിറ്റ് ഫ്രീഡം. ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫ്രീഡം ആ ഇന്ത്യയിലുള്ള ജനങ്ങൾ അപ്പോൾ അവർ അനുഭവിക്കാൻ തുടങ്ങുകയാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ടോൾഡ് പൊളിറ്റിക്കൽ ഫ്രീഡം took a new shape then and acquired a new content. അതിനൊരു പുതിയ രൂപവും ഭാവവും ഒക്കെ കൈവരികയാണ്. Much that he said we only partially accepted or sometimes did not accept at all. Much that he said we only partially accepted. അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ കുറച്ച് അഡ്വൈസസ് ഉണ്ട്, ജനങ്ങളിലേക്ക് കൊടുത്തിട്ടുള്ള ടീച്ചിങ്. എന്തൊക്കെയാണ് ഗാന്ധിജി ജനങ്ങളിലേക്ക് കൊടുത്തത്? മച്ച് ദാറ്റ് ഹി സെഡ് വി ഓൺലി പാർഷ്യലി ആക്സെപ്റ്റഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ പാർഷ്യലി, കുറച്ച് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, സ്വീകരിക്കാം. ഓർ സംടൈംസ് ഡിഡ് നോട്ട് ആക്സെപ്റ്റ് അറ്റ് ആൾ, നിങ്ങൾ സ്വീകരിക്കാതിരിക്കാം. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് നിങ്ങൾക്ക് സ്വീകരിക്കാം, അതല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. ബട്ട് ഓൾ ദിസ് വാസ് സെക്കൻഡറി. പക്ഷെ ഇതൊക്കെ സെക്കൻഡറി ആണ്, രണ്ടാമത്തെ കാര്യമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഗാന്ധിജി പറയാണ് ജനങ്ങളോട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ബട്ട് ഇറ്റ് വാസ് ഓൺലി സെക്കൻഡറി. അതെന്താണ്? രണ്ടാമത്തെ കാര്യം മാത്രമാണ്. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് നിങ്ങൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ദി എസൻസ് ഓഫ് ഹിസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത് ആൻഡ് ആക്ഷൻ അലൈഡ് ടു ദീസ്, ഓൾവേസ് കീപ്പിംഗ് ദി വെൽഫെയർ ഓഫ് ദ മാസസ് ഇൻ വ്യൂ. ദി എസൻസ് ഓഫ് ഹിസ് ടീച്ചിങ്, അദ്ദേഹം ജനങ്ങൾക്ക് പ്രബോധനം ചെയ്തതിലെ എസൻസ്, അതിൻ്റെ ഒരു മെയിൻ തിങ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? വാസ് ഫിയർലെസ്നെസ്, പേടിയില്ലായ്മ. പിന്നെന്താ? ട്രൂത്ത്, സത്യസന്ധത. അതായത് ദ ബേസിക് തിങ് ഇസ് ഫിയർലെസ്നെസ്, പേടിയില്ലായ്മ, അതുപോലെ സത്യസന്ധത. ഈ രണ്ട് കാര്യങ്ങളും ആൻഡ് ആക്ഷൻ അലൈഡ് ടു ദിസ്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഓൾവേസ് കീപ്പിംഗ് ദ വെൽഫെയർ ഓഫ് ദ മാസസ് ഇൻ വ്യൂ, നിങ്ങൾ എന്ത് എയിം ചെയ്യണം? നിങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഒരു സന്തോഷമായിരിക്കണം. എയിമിംഗ് ദ വെൽഫെയർ, മറ്റുള്ളവരുടെ നന്മയെ ലക്ഷ്യമാക്കിയിട്ട് നിങ്ങൾ ഫിയർലെസ്നെസ് അതുപോലെ ട്രൂത്ത്, ഈ രണ്ട് കാര്യങ്ങളും ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? മറ്റുള്ളവരിൽ ഒരു നന്മയുണ്ടാവും. മാസസ് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം. The greatest gift for an individual or a nation, so we had been told in our ancient books, was abhaya, not merely bodily courage, but the absence of fear from the mind. The greatest gift for an individual or a nation, നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഒരു നേഷൻ, ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സോ വി ഹാഡ് ബീൻ ടോൾഡ് ഇൻ അവർ ആൻഷ്യന്റ് ബുക്ക്, പഴയ കാലത്തുള്ള ബുക്കുകളിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താ? അഭയ മീൻസ് ഫിയർലെസ്നെസ്, പേടിയില്ലാതിരിക്കുക, ആ ഒരു കാര്യം. നോട്ട് മിയർലി ബോഡിലി കറേജ്, അഭയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെറും ധൈര്യം മാത്രമല്ല, ധൈര്യം ഉണ്ടായാൽ അഭയ എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ദി ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്, നമ്മളുടെ മനസ്സിൽ നിന്നും പേടി ഇല്ലാതാക്കുക, ദാറ്റ് ഈസ് കോൾഡ് അഭയ. സോ അതാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിയർലെസ്നെസ്, പേടിയില്ലായ്മ. സോ വാട്ട് എവർ ഫിയർ യു ആർ ഹാവിംഗ്, യു ഹാവ് ടു റിമൂവ് ദാറ്റ് ഫിയർ. The dominant impulse in India under British rule was that of fear. The dominant impulse, നമ്മളെ പ്രചോദിപ്പിക്കുന്ന, ഇന്ത്യക്കാരുടെ മനസ്സിനെ പ്രചോദിപ്പിക്കുന്ന, ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന, ഡൊമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികാരഭാവത്തിൽ നമ്മളെ വരുതിയിലാക്കുന്ന കാര്യം എന്താണ്? ഇറ്റ് ഈസ് ഫിയർ. ഇന്ത്യ ബ്രിട്ടീഷ് റൂൾ വാസ് ദാറ്റ് ഓഫ് ഫിയർ. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ നമ്മൾ ഇരിക്കാനുള്ള കാരണം എന്താണ്? ഇറ്റ് ഈസ് അവർ ഫിയർ, നമ്മുടെ പേടി. ബ്രിട്ടീഷുകാരുടെ പേടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്താ തീരുന്നത്? അവരുടെ ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്.
The dominant impulse in India under British rule was that of fear. Pervasive, oppressing, strangling fear. Fear of the army, the police, the widespread secret service, fear of the official class, fear of laws many to suppress, and of prison. Fear of the landlord's agent, fear of the money lender, fear of unemployment and starvation, which were always on the threshold. So here, the dominant impulse. നമ്മളെ ഇന്ത്യക്കാരെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ദ ഫിയർ ഓഫ് ദ ബ്രിട്ടീഷേഴ്സ്. ബ്രിട്ടീഷുകാരോടുള്ള പേടി അതായിരുന്നു മുൻപന്തിയിൽ നിന്നിരുന്നത്. പെർവാസീവ്, അതെന്താണ്? സർവ്വവ്യാപിയായിരുന്നു. ഒപ്രസിങ്, അടിച്ചമർത്തുന്ന രീതിയിലുള്ളതായിരുന്നു. സ്ട്രാംഗ്ലിംഗ് ഫിയർ, നമ്മളെ ഞെരിക്കുന്ന ആ ഒരു പേടിയുടെ ഇടയിൽപ്പെട്ട് നമ്മൾ ഞെരിക്കുന്ന പോലെ ഉള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ഫിയർ ഓഫ് ദി ആർമി, അവരുടെ സൈന്യത്തെ, ബ്രിട്ടീഷുകാരുടെ സൈന്യത്തെ. അതുപോലെ പോലീസിനോടുള്ള പേടി. ദ വൈഡ് സ്പ്രെഡ് സീക്രട്ട് സർവീസ്, സീക്രട്ടായിട്ട് ചാരന്മാരുണ്ടാവും, ബ്രിട്ടീഷുകാരുടെ ചാരന്മാർ, അവരോടുള്ള പേടി. ഫിയർ ഓഫ് ദി ഒഫീഷ്യൽ ക്ലാസ്, ബ്രിട്ടീഷുകാരിൽ തന്നെ ഒഫീഷ്യൽസ് ഉണ്ട്, അവരോടുള്ള പേടി. ഫിയർ ഓഫ് ലോസ് മെന്റ് ടു സപ്രസ് ആൻഡ് ഓഫ് പ്രിസൺ, അതുപോലെ നമ്മളെ അടിച്ചമർത്തുന്ന നിയമങ്ങൾ, അതിനോടുള്ളൊരു പേടി. ആൻഡ് ഓഫ് പ്രിസൺ, അതുപോലെ ജയിലിനോടുള്ള പേടി. ഇതിലെന്താണ് പറയുന്നത്? ഇന്ത്യക്കാരുടെ മനസ്സിൽ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിയർ, പലതരത്തിലുള്ള പേടികളാണ് ഇന്ത്യക്കാരുടെ മനസ്സിൽ. അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഫിയർ ഓഫ് ദ ലാൻഡ് ലോഡ് ഏജന്റ്, ഭൂവുടമകളുടെ ഏജന്റ് ഉണ്ടാവും, അവരോടുള്ള പേടി. അവർ വന്ന് പലിശയ്ക്ക് പൈസ കൊടുത്തിട്ട് അതിന്റെ പലിശ ഭൂമിയായിട്ട് അവർ തിരിച്ചു വാങ്ങുകയാണ്. ഫിയർ ഓഫ് ദ മണി ലെൻഡർ, പലിശയ്ക്ക് പൈസ കടം കൊടുക്കുന്ന ആളുകളോടുള്ള പേടി. ഫിയർ ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് സ്റ്റാർവേഷൻ, പിന്നെന്താണ്? തൊഴിലില്ലായ്മ, അതുപോലെ പട്ടിണി, ഇതിനോടുള്ള പേടി. വിച്ച് വർ ഓൾവേസ് ഓൺ ദ ത്രഷോൾഡ്, അതെപ്പോഴും വാതിൽപ്പടിയിലാണ്. അതായത് ഇന്ത്യയിലുള്ള ജനങ്ങളെ കാത്തുകൊണ്ട് വാതിൽപ്പടിയിൽ തൊട്ടടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇവരോടുള്ള പേടി കാരണം അത്രയും അവരെ പേടിച്ചിട്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ ജീവിച്ചിരുന്നത്. സോ ദിസ് ഫിയർ ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനിവൺ, എല്ലാവരുടെ മനസ്സിലുമുള്ളൊരു പേടിയായിരുന്നു ഇത്. Okay, so we can conclude our class here. Thank you.